ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ CPIM പരസ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഏകീകൃത സിവിൽ കോഡ് ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് എത്തുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഫസൽ ഗഫൂർ, ഫക്രുദ്ദീൻ, ഡി സുഗതൻ, ഒപ്പം ജന്മഭൂമി ന്യൂസ് എഡിറ്റർ ശ്രീകുമാറും ചർച്ചയ്ക്കായി പങ്കുചേരുകയാണ്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇന്നുയർന്ന വാർത്തകളിലേക്ക് ആദ്യം ഒറ്റനോട്ടത്തിൽ പോകാം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കത്തെ അംഗീകരിക്കാനാകില്ലെന്നാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരുമായി ചർച്ച നടത്തി അഭിപ്രായ ഐക്യമുണ്ടാക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് BJP ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും വർഗീയ ധ്രുവീകരണവും നിർത്തണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നതെന്ന് AK ആന്റണിയും ആരോപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ജോർജ് ആലഞ്ചേരി, അതായത് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സീറോ മലബാർ സഭ പറഞ്ഞത്. ആചാരപരമായ വൈവിധ്യങ്ങളെ സംരക്ഷിക്കണമെന്നും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇന്നത്തെ ചർച്ച ഈ വിധത്തിൽ പുരോഗമിക്കുന്നത്. ആദ്യമായി ജന്മഭൂമി ന്യൂസ് എഡിറ്റർ ശ്രീകുമാറിനോട് തന്നെ. ശ്രീകുമാർ, അതായത് കോഴിയുടെ കാര്യം കുറുക്കൻ നോക്കുന്നതിലുള്ള ആശങ്കയാണ് ഒരു കോണ് പ്രധാനമായും പറയുന്നത്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാൻ നടപ്പാക്കാൻ ഉതകുന്നതാര് BJP ആണ് എന്ന ഭയപ്പാട്, അത് തീർച്ചയായും ഗൗരവമായും കണക്കിലെടുക്കേണ്ടതാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് ഇന്നിപ്പം CPM സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ചർച്ചയില്ലാതെ ഇത് നടപ്പാക്കരുത്, അതാണ് പറഞ്ഞത്. BJP ഇപ്പോൾ നടപ്പാക്കിയിട്ടില്ല. BJP ഇത് ശരിക്കും നിയമവകുപ്പിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള വൈഷമ്യം എന്ത്? പല പ്രാവശ്യമായിട്ട് സർക്കാരിൻ്റെ മുമ്പിലുള്ളൊരു പ്രശ്നമാണ്. അതേ കാര്യം നിയമവകുപ്പ് ലോ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നിയമപരമായ പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളൊരു കത്ത് കൊടുത്തതിൻ്റെ പേരിലാണ് ഈ ബഹളമല്ല. ചർച്ചയായിട്ടില്ല, നടപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, സർക്കാരിന് മുമ്പിൽ അതില്ല. നിയമവകുപ്പിലുള്ള ഒരു സാധനത്തിന് ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് ലെറ്റർ പോയിട്ടേ ഉള്ളൂ. അപ്പം ശരിക്കും CPM പറഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ് ഇത്. ചർച്ച വേണം, എല്ലാവരുടെയും ഇതോടുകൂടി നടപ്പാക്കാവുള്ളൂ. അതെന്താ കുഴപ്പം? ശ്രീ ഫസൽ ഗഫൂർ, അത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ചർച്ച മാത്രം മുമ്പോട്ട് വെക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ആശങ്ക? ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങളാണ് ഇതിൽ ആശങ്കാകുലരാകുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു ധ്വനി. പക്ഷെ നമുക്കറിയാം, കാപ്പ് പഞ്ചായത്ത് പോലെയുള്ള ഹരിയാനയിൽ ജാട്ട് വിഭാഗക്കാർ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയേറെ വൈവിധ്യങ്ങളുടെ സൗന്ദര്യമുള്ളിടത്ത് എങ്ങനെയാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക? പക്ഷേ അതിൻ്റെ ഒക്കെ പോയിന്റിലേക്ക് ന്യൂനപക്ഷങ്ങൾ വെറുതെ ഹെഡ് ചെയ്യുകയാണ് കാര്യങ്ങൾ ആശങ്കയുടെ പേരിൽ. അങ്ങനെയുണ്ടോ? ജന്മഭൂമിയുടെ എഡിറ്ററുടെ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇത് നേരത്തെ സജിംഷദ് പറഞ്ഞ മാതിരി തന്നെ കുറുക്കൻ കോഴിക്കൂട്ടിൽ മനസ്സിലല്ലേ കാവൽ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല. അതാണ് ഞങ്ങളുടെയൊക്കെ ആശങ്ക. അതല്ല, പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ അജിംഷദ് പറഞ്ഞതിനോട് ഞാൻ ഒന്നും കൂടെ അത് വിപുലീകരിച്ച് പറയാം. ഇതിൽ ഹിന്ദു സിവിൽ കോഡ് നടപ്പാക്കിയപ്പോൾ മനസ്സിലായില്ലേ, സക്സഷൻ ആക്ട് ഒക്കെ നടപ്പാക്കിയപ്പോൾ അതിൽ ST വിഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് അതിൽ മനസ്സിലായില്ലേ, നമ്മുടെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് സിഖുകാർ അനന്തപൂർ സാഹിബ് റെസൊല്യൂഷനിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന അവർ ഹിന്ദുക്കളല്ല എന്നാണ്. അപ്പൊ അവരെയും ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന മാതിരി വെറും മുസ്ലിമുകളുടെ ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഒരു മുസ്ലിം ഹിന്ദു ആയിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്. ഇത് പല ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിൽ തന്നെയുള്ള ഉപജാതികളും ഒക്കെ ബാധിക്കുന്നതാണ്. ആർക്കും ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണ് ഈ സിവിൽ കോഡ് എന്ന്, യൂണിഫോം സിവിൽ കോഡ് എന്ന് അറിഞ്ഞൂടാ. ഞാൻ ജന്മഭൂമിയുടെ എഡിറ്ററോട് ഉള്ളതിനെ കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തോട്, അദ്ദേഹം മറുപടി പറയണം. ഗുരുജി ഗോൾവാൾക്കറുടെ കളക്റ്റഡ് വർക്ക്സിൽ ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞിട്ടില്ലേ, അതായത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുക അസാധ്യമാണെന്നുള്ളത്. ഞാൻ അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് തരാം. അത് വിട്ടേക്ക്. ജ്യോതിർമയ ശർമ്മയുടെ RSS മിത്ത് ആൻഡ് ടെറിഫൈങ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ റിവ്യൂവിൽ സുധേന്ദ്ര കുൽക്കർണി പറഞ്ഞിട്ടുണ്ട്. RSSകാരനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗോൾവാൾക്കർ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരാണെന്നുള്ളത്. അതേമാതിരി തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ അതിനെതിരായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ഹിന്ദു സിവിൽ കോഡ് അല്ലെങ്കിൽ മറ്റേ ഹിന്ദു അത്തരത്തിലുള്ള ഇത് നിയമങ്ങൾ മനസ്സിലായി തിരിച്ചയച്ചു.
അപ്പോൾ ഇത് ഒരു സമുദായം മറ്റൊരു സമുദായം തമ്മിലുള്ളത്. ഹൈന്ദവ സമുദായത്തിൽ തന്നെ പല അഭിപ്രായമുണ്ട്, മുസ്ലിം സമുദായത്തിൽ തന്നെ പല അഭിപ്രായമുണ്ട്. ഉദാഹരണം, ഇത് എങ്ങനെ നടപ്പാക്കണം, ശരീഅത്ത് നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. അതിലോട്ട് നമുക്ക് പിന്നീട് വരാം. ഞാൻ ഇതിന്റെ തുടക്കം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി ഒരു കാര്യം കൂടെ പറയാം ജിംഷദ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? തുല്യ നീതി, പുരുഷനും സ്ത്രീക്കും തുല്യ വേതനം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പ്രൊഹിബിഷൻ, മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഗാന്ധിജിയുടെ നാട്ടിൽ പ്രൊഹിബിഷൻ നടപ്പാക്കിയോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മാൻഡേറ്ററി അല്ല, അത് നടപ്പാക്കണം എന്ന് ഗവൺമെന്റ് ഇല്ല, ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ജന്മഭൂമിയുടെ എഡിറ്റർ പറഞ്ഞത് എടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു, ഗോൾവാൾക്കറുടെ സ്റ്റാൻഡ് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും ശ്രീകുമാർ, ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്കും ഡി സുഗതനിലേക്കും എത്തുന്നതിന് മുമ്പ് ശ്രീകുമാർ, പ്രധാനമായും അതായത് ഭരണഘടനയിൽ ഇത്തരത്തിൽ വിഷ് ആൻഡ് വിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് മേക്കേഴ്സ്, അതായത് അവരുടെ നിർദ്ദേശക തത്വങ്ങളാണ് ആർട്ടിക്കിൾ 44-ൽ പറയുന്നത്. ആ നിർദ്ദേശക തത്വങ്ങൾ ശരിയാണ്. സ്ത്രീ പ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെയും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഏകീകൃത സിവിൽ കോഡിന് ഇത്ര തിടുക്കം കാട്ടുന്നത്? അവിടെയാണ് ബാബറി മസ്ജിദ് തകർത്തത്, ഈവൻ ബീഫ് കഴിച്ചവരെ വരെ അടിച്ചു കൊല്ലുന്നതിലേക്ക് പോയ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങൾ ചോദിക്കുന്നത് തെറ്റില്ല. പിന്നീടോ ഹിന്ദുക്കളിൽ തന്നെ, ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെ അതിനെ എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കുക? ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ബി ജെ പിക്ക് തന്നെ അല്ലേ? ഉദാഹരണത്തിന് ഹരിയാനയുടെ BJP നേതാവ് തന്നെ എന്താ പറഞ്ഞത്? ഇതൊക്കെ സംബന്ധിച്ച് കാപ്പ് പഞ്ചായത്ത് പോലെയുള്ളതിനെ ശരിവെക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരുപാട് നിലപാടുകളുടെ വൈരുദ്ധ്യം നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദൂരീകരിക്കാനാകാതെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ ഇറങ്ങുന്നതെന്ന അപക്വത ഇതിലൊക്കെ പിന്തുടരുന്നുണ്ട്. ശ്രീകുമാർ, ഫസൽ ഗഫൂർ പറഞ്ഞത് തന്നെയാണ്, ഇത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇപ്പം പറഞ്ഞത് തന്നെ അതല്ലേ, ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഹിന്ദു സമുദായത്തിൻ്റെ വിവിധ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പലരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പിന്നെ എന്തുകൊണ്ട് BJP ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ ഇതുകൊണ്ട് രംഗത്ത് വന്നു എന്ന് പറയുന്നതിൻ്റെ മുനയൊടി എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. ഇത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് അത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് ഗവൺമെൻറ്റിനോട് പരമോന്നത നീതിപീഠം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സ്, അതിൻ്റെ ഭാഗമായ ഒരു കാര്യമായിട്ട് ഇത് ചർച്ചകളും ഇത് നാളെ നടപ്പാക്കുകയല്ല. മോഡി സർക്കാർ നാളെ ഒരു ഓർഡറിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമില്ലല്ലോ. ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങുമ്പോൾ ചർച്ചയെ വേണ്ടെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഇങ്ങനെയൊന്നും ചർച്ച വേണ്ട, അത് ശരിയാണോ? ഇപ്പം അല്ലല്ല, അത് തെറ്റിദ്ധാരണയാണ്. അതായത് BJP ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പേരിൽ നേരത്തെ ഫസൽ ഗഫൂർ അതിനകത്ത് അടിവരയിട്ട് പറഞ്ഞു, ശ്രീകുമാർ പറയുന്ന മനോഭാവമാണ് BJPക്കെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ BJP ഇപ്പോൾ തന്നെ പ്രജുഡിസാണ്, ഏകീകൃത സിവിൽ കോഡ് വേണം. ഒരുപക്ഷേ അതുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഉദാഹരണത്തിന് 1955 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിന്ദു കോഡ് ബിൽ വന്ന സമയത്ത് ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള നിങ്ങളുടെ സൈദ്ധാന്തികരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത്. സ്വത്ത് സംബന്ധിച്ച്, വിവാഹം സംബന്ധിച്ചൊക്കെ അംബേദ്കർ അന്ന് രാജിവെക്കുന്ന ഘട്ടം വരെ എത്തി. അവസാനം നെഹ്റുവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് നടന്നത്. അത്തരത്തിലൊരു സംഭവം വന്നപ്പോൾ BJP തന്നെയാണ് എതിർത്തത്. ആ BJPയുടെ മനോഭാവം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന ആശങ്ക തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ടതല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ലേ, അത്തരത്തിലൊരു ആശങ്ക ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല, എനിക്ക് ഈ വിഷയത്തിൽ കാര്യമായ ആശങ്ക ഇല്ലാത്ത ആളാണ്. ഇത് ഒരു BJP അജണ്ടയായി ചുരുക്കി കാണുന്നത് തന്നെ ശരിയല്ല. ഭരണഘടനയുടെ ഒരു അനുശാസന 67 വർഷമായി നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയൊരു കാര്യം നടപ്പാക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോ കമ്മീഷനോട് ഈ വിഷയം പഠിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അങ്ങനെ വിഷയം പഠിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ലോ കമ്മീഷൻ. ലോ കമ്മീഷന്റെ ശുപാർശകൾ വരട്ടെ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാം. അതിനു മുൻപ് ഇത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഭരണഘടനയുടെ ഒരു അനുശാസനം, അവിടെ നിർദ്ദേശക തത്വം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വായിച്ചു പോകാനുള്ളതല്ല. ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ, രാഷ്ട്രം ഇതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതാരും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് എല്ലാ കാലത്തും പ്രതിഷേധം ഉണ്ടാകുന്നു, എതിർപ്പുണ്ടാകുന്നു, നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ ചുമതല സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോ കമ്മീഷനെ അത് പഠിക്കാൻ ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ള അതല്ല ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതിനകത്ത് പ്രധാനമായും ഉയരുന്ന ഒരു യുക്തിഭദ്രമായ ചോദ്യം, അതായത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ സംബന്ധിച്ച് മുമ്പോട്ട് വെച്ച അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഭിലാഷങ്ങളൊക്കെ അതൊരു പക്ഷേ ആ ഘട്ടത്തിൽ ഭരണഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് അതിൻ്റെ പക്വത ഏറ്റെടുക്കാനില്ലായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഇപ്പോൾ ആ പക്വത ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ പക്വത എന്നത്
കേവലം ഒരു മൃദുവായ വാക്ക് എന്ന അർത്ഥത്തിലല്ല. ആ പക്വത എന്നത് ഇന്ത്യൻ ജനതയിലേക്ക് ആഴത്തിലിറങ്ങിയിട്ടുണ്ടോ? രാജീവ് ഗാന്ധിയുടെ കാലത്തെ ഷബാനു ബീഗം കേസ് അടക്കമുള്ളവ പരിശോധിക്കുമ്പോൾ, ശരീഅത്ത് വിവാദങ്ങൾ അടക്കം പരിശോധിക്കുമ്പോൾ ആ പക്വത ആയിട്ടുണ്ടോ സമൂഹത്തിന്? അല്ല, ഇന്ത്യൻ റിപ്പബ്ലിക്കിന് പക്വത ആയില്ല എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ പ്രയാസമുണ്ട്. ഇതിനേക്കാൾ വിഷമകരമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ചില മുസ്ലിം സംഘടനകളും ചില വ്യക്തികളുമൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. എന്താണ് ഇതിന്റെ അപകടം? ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഇന്ന് സ്വാഗതം ചെയ്തുള്ള പ്രസ്താവന വരികയുണ്ടായി. സീറോ മലബാർ സഭയിൽ കരുതുന്നാൾ വളരെ വിശദമായ ഒരു പഠനം, ചർച്ച അതിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങൾ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതങ്ങനെ പ്രഥമദൃഷ്ടിയ എതിർത്ത് തള്ളിക്കളയേണ്ട ഒന്നല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർദിനാളിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ പഠിക്കുക, ചർച്ച ചെയ്യുക, അതിലെന്താണ് ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. യൂണിഫോം സിവിൽ കോഡ് എന്നത് മതത്തെയോ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെയെങ്കിൽ എന്തുകൊണ്ട് CPIM ഇതേ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആശങ്ക ഇന്ന് സീതാറാം യെച്ചൂരി പ്രകടിപ്പിച്ചു? CPIMനെ സംബന്ധിച്ച് EMS തന്നെയാണല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി അതിശക്തമായ വാദം ഉന്നയിച്ചത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഈ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ ആശങ്കകളോട് കണക്കിലെടുത്തുകൊണ്ട് ഒരു വിപുലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമവായം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞതിൻ്റെ അർത്ഥം. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് നിരാകരിക്കണം എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ, ഇങ്ങനെയാണ്, അതായത് CPIMന്റെ നിലപാട് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്. അതായത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകണം. ഒരുപക്ഷെ EMS ആ കാലഘട്ടത്തേക്ക് തന്നെ പോയാൽ ഇർഫാൻ ഹബീബ് എന്ന ഒരു വ്യക്തിയാണ് കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് ഇതേ സംബന്ധിച്ച് ബഹുഭാര്യത്വം അടക്കമുള്ള മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് തുടങ്ങി വെച്ചത്. ആ ചർച്ചയുടെ തുടക്കം പിടിച്ചുകൊണ്ടാണ് EMS അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ മുമ്പോട്ട് വെച്ചത്. അങ്ങനെ വലിയ ഗൗരവമായ ഒരു സൈദ്ധാന്തിക ചർച്ചയ്ക്ക് തിരികൊളുത്തുകയായിരുന്നു ചെയ്തത്. ഇന്ന് BJP ഏകീകൃത സിവിൽ കോഡിൻ്റെ ശുപാർശ, ചർച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഭീകരസത്വം എന്നാണ് ഒരു വിഭാഗം ആശങ്കപ്പെടുന്നത്. എന്നാൽ മറുപക്ഷത്ത് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ തീരുമാനത്തെ. എങ്ങനെ കാണാം ഇതിനെ? അല്ല, ഇതിന്റെ കോണ്ടക്സ്റ്റ് ആണ് പ്രധാനം. എന്റെയൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഓർമ്മ തുടങ്ങുന്നത് തന്നെ 1 കെട്ടും 2 കെട്ടും വേണമെങ്കിൽ EMSന്റെ ഓളയും കെട്ടും എന്ന് ലീഗാരം വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നടക്കുകയും ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം APEK സ്പ്ലിറ്റ് വരികയും അരിവാൾ സുന്നികൾ എന്ന് പറഞ്ഞിട്ടുള്ള AP വിഭാഗം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യമായിട്ട് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി. BJP അവിടെ ഇവിടെയും 2 സീറ്റും ചിലപ്പോൾ 40 സീറ്റൊക്കെ കിട്ടുന്ന ഒരു മെയിൻ സ്ട്രീമിൽ അപ്രധാനമായ രാഷ്ട്രീയ ശക്തിയായിരുന്നു. സംഘം അതിന്റെ വേരോട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഫാസിസം അല്ലെങ്കിൽ എന്താ പറയുക, പ്രോട്ടോ ഫാസിസം എന്ന് പറയുന്ന ചരിത്രപരമായിട്ടുള്ള ചില ഭീഷണികൾ നമ്മുടെ മുന്നിൽ ആസന്നമായി എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ആയിരുന്നു മെയിൻ ശത്രു. കോൺഗ്രസ് അതുപോലെ തന്നെ വന്ന ജനതാദൾ ഗവൺമെന്റുകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിരുന്നു. ഇപ്പം കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നന്നായി പറ്റുക മോഡിക്ക് എന്ന് പറയുന്ന പോലെ ഈ ന്യൂനപക്ഷങ്ങളുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ ഏറ്റവും നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക ഇന്ത്യയുടെ ബഹുസ്വരതയെ റെപ്രസെന്റ് ചെയ്യുന്ന കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്കോ അല്ലെങ്കിൽ പക്ഷേ സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള മെജോറിറ്റി കിട്ടിയിരുന്നില്ല. പക്ഷെ അവരത് ചെയ്തില്ല. ഇന്നിപ്പം സ്വാഭാവികമായിട്ട് ഏക സിവിൽ കോഡിന് അന്നത്തെ ആ കോണ്ടക്സ്റ്റിൽ ഞാൻ ഏക സിവിൽ കോഡിനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു രാഷ്ട്രമായി രൂപം കൊണ്ടുവരികയാണ്. രാഷ്ട്രമായി രൂപം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഏകത്വത്തിന്റെ ഭാഗം എപ്പോഴും മറ്റ് കമ്മ്യൂണിറ്റികളെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഒരു അദറിംഗ് എന്നുള്ള പ്രോസസ്സിന് വിധേയനാക്കി ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പലപ്പോഴും ഇത്തരം വളരെ സട്ടിലായിട്ടുള്ള ഇഷ്യൂസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തെ പോലെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടും എന്നാൽ ഇത്തരം കാര്യം ഇതൊരു ഓൾറെഡി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് സിവിൽ ലോസിലും അതുപോലെ ക്രിമിനൽ ലോസ് പൂർണ്ണമായി സിവിൽ ലോസ് നല്ലൊരു പങ്ക് ഓൾറെഡി ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിംസിനെ സംബന്ധിച്ച് മലബാറിലെ മുസ്ലിംസ് അടുത്ത കാലം വരെ ഫോളോ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ തലശ്ശേരി ഭാഗത്തുകൾ മുസ്ലിംസ് ഫോളോ ചെയ്യുന്നത് മരുമക്കത്തായമാണ്. ഇസ്ലാം ഒരു പാട്രിയാർക്കിക്കലായിട്ടുള്ള റിലിജനാണ്. എങ്ങനെയാണെങ്കിലും മരുമക്കത്തായം ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ പോവുക. പിന്നെ രണ്ടാമത്തെ കാര്യം ട്രിപ്പിൾ തലാഖ് പോലുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീകൾ ഒരുപാട് വിവേചനങ്ങൾ സഹിക്കുന്നുണ്ട്. ഇങ്ങനെ നിയമം കൊണ്ടുവന്നാൽ അതൊരു പരിധിവരെ പരിഹരിക്കാൻ പറ്റിയത് നല്ലതല്ലേ? ഇപ്പം ട്രിപ്പിൾ തലാഖ് മുഹമ്മദ് നബി ബഹുഭാര്യാത്തത്തെ അംഗീകരിച്ചു അല്ലെങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്നു
എന്ന് പറയുന്നു. എൻ്റെ ഒരു വായന ഇതാണ്. ഖുർആൻ പറയുന്ന അനുസരിച്ച് രണ്ട് സ്ത്രീകൾ ഭാര്യമാരോടെല്ലാം തുല്യമായ പരിഗണന ശാരീരികമായും മാനസികമായും കൊടുക്കാൻ പറ്റുമ്പോഴേ ഒരു മനുഷ്യന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് അത് പോസിബിൾ അല്ല. അപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. എന്ന് വെച്ചാൽ മനുഷ്യ സാധ്യമല്ല, അത് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബഹുഭാര്യത്വം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ബുദ്ധിയുള്ളവർ വിവേകമുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. രണ്ട്, ഇന്ത്യയിലെ ഏറ്റവും തന്നെ വിദ്യാഭ്യാസമുള്ളതും പുരോഗമനമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് അഭിപ്രായ വ്യത്യാസം കണ്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അതിശക്തമായി ഇപ്പൊ ഇതിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെ ആലഞ്ചേരി പിതാവിനെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം നമ്മൾ അടിവരയിടണം. സമവായത്തിന്റെ പാതയിലൂടെ ഫസൽ ഗഫൂറിനെ പോലെ ഒ അബ്ദുള്ളനെ പോലെ ഡിഫറെന്റ് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ വിളിച്ചിരുത്തി ഒരു സമവായത്തിന്റെ പാതയിലൂടെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ തന്നെ യെച്ചൂരി പറഞ്ഞിട്ടുള്ള ഈ ഒരു കോണ്ടക്സ്റ്റ്, ഇപ്പൊ ഞാൻ കോണ്ടക്സ്റ്റിന്റെ കാര്യം അതാ പറഞ്ഞത്. എന്താണ് അന്ന് EMS പറഞ്ഞ കോണ്ടക്സ്റ്റ് അല്ല, ഇപ്പൊ സെമി ഫാസിസം അല്ലെങ്കിൽ പ്രോട്ടോ ഫാസിസം നമ്മളെ വാതിൽക്ക് എത്തിയിരിക്കുന്നു. ബീഫ് കഴിച്ചാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം. അതുപോലെ തന്നെ ഈ UP ഇലക്ഷനിൽ വളരെ കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവിടെ ഹിന്ദുസ് എല്ലാം ഒഴിഞ്ഞു പോകാന്നുള്ള കള്ള പ്രചാരണം അയച്ചു കൂട്ടുകൊണ്ട് അവിടെ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? മോഡി ഗവൺമെന്റ് പല മേഖലകളും പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നു. അപ്പൊ ആദ്യം ഈ സാദി പ്രാഞ്ചീനെ കൊണ്ടൊക്കെ ഓരോന്ന് പറയിപ്പിക്കലായിരുന്നു പരിപാടി, ഈ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി. അത് ഏഴുന്നില്ല. പിന്നെ രാഹുൽ ഈശ്വരനെ പോലുള്ള വിവരമുള്ള ഹിന്ദു ചെറുപ്പക്കാർക്ക് അതിനെതിരെ കേസൊക്കെ കൊടുത്ത സമയത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒന്ന് കയറി പിടിക്കണം. അങ്ങനെ ഒരു അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ആ ഒരു അജണ്ട കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം കുറ്റം വേറൊരു കാര്യം മനസ്സിലാക്കുക. ഈ സച്ചാ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യാത്വമുള്ളത് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സമുദായത്തിന്റെ ഇടയിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരു പുസ്തകത്തിലൂടെ മാത്രം കാര്യങ്ങൾ കാണാതെ വിശദവും സമഗ്രവുമായ രീതിയിൽ കാര്യങ്ങൾ കാണുകയും സമവായത്തിലൂടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ ഇടയ്ക്ക് BJPയുടെ പൊളിറ്റിക്സ് കാണാതെ ഇരിക്കാനും പറ്റില്ല. തീർച്ചയായും ശ്രീ ഫസൽ ഗഫൂർ, ബ്രേക്കിന് സമയമായെങ്കിൽ പോലും അതിന്റെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം താങ്കളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട്. ശ്രീ സുഗതൻ, താങ്കളിലേക്ക് എത്താം. തീർച്ചയായും ഇത് അനിവാര്യമായൊരു ചോദ്യമായതുകൊണ്ട്, അതായത് ശ്രീ ഫസൽ ഗഫൂർ, ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തെയാണ്. ആചാരത്തെ സംബന്ധിച്ചോ അനുഷ്ഠാനത്തെ സംബന്ധിച്ചോ ഒന്നും ഭീഷണിയാവില്ല. പ്രധാനമായ ഭീഷണിയാവുന്നത് ബഹുഭാര്യത്വം എന്നതാണ്. ആ ബഹുഭാര്യത്വം എന്നതിലേക്ക് പിടിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ പൗരോഹിത്യം അതിനെ എതിർക്കുന്നത് എന്നൊക്കെയാണ് പൊതുവെ ഉയരുന്ന വാദം. സിവിൽ കോഡിനെ കുറിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടൊന്നും പറയാൻ ഈ ഘട്ടത്തിലാവില്ല എങ്കിൽ പോലും വളരെ ഉയർന്ന ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന പൊതുവെ കേരള സമൂഹം അങ്ങനെ അംഗീകരിച്ച ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർ ഈ മുസ്ലിം പൗരോഹിത്യത്തിന്റെ ഹിഡൻ അജണ്ടയിൽ എന്തിനു വീഴുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നാൽ അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ഫസൽ ഗഫൂറിലേക്ക് തന്നെ. ശ്രീ ഫസൽ ഗഫൂർ, താങ്കൾ പറഞ്ഞു വന്നത് തുടരാം. ചില ശബ്ദ തടസ്സം മൂലമാണ് ആദ്യം തടസ്സപ്പെട്ടത്. അതായത് മൂന്ന് വിഷയങ്ങളുണ്ട് ഇതില്, അല്ലേ? നമ്മളിത് രണ്ടായിട്ട് കാണണം. യൂണിഫോം സിവിൽ കോഡ് വേറെ വിഷയമാണ്, മുസ്ലിം സമുദായത്തിന്റെ 2-3 പ്രശ്നങ്ങൾ വേറെയാണ്. എന്താണ് ഈ 3 വിഷയം? വെറും ട്രിപ്പിൾ തലാഖ് അല്ല, മറിച്ച് അതോടൊപ്പം തന്നെ ബഹുഭാര്യത്വം, 3 സ്വത്തവകാശം, ഈ 3 കാര്യങ്ങളിലും പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ വേറെയായിട്ട് കാണണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മുഹമ്മദൻ ലോ എന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏതോ മൊല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാർസി ഉണ്ടാക്കിയ നിയമത്തെയാണ് പിന്തുടരുന്നത്. അത് കോഡിഫൈ ചെയ്യണം, അത് ലീഗലൈസ് ചെയ്യണം പ്രോപ്പർലി. എന്നിട്ട് അതിനൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കണം. ഇത് എങ്ങനെ നടപ്പാക്കും? ഇപ്പം എങ്ങനെ നടപ്പാക്കണം എന്നറിയോ? ഇത് അവിടെ ഒരു മഹൽ കമ്മിറ്റി എന്ന് പറയുന്നത്, ഒരു ലോക്കൽ പള്ളി കമ്മിറ്റി, അവർ കൂടിയിട്ടാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരുപാട് അംശങ്ങൾ കടന്നുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിനെ അനുകൂലിക്കുന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ സിവിൽ കോഡ് വേറെ, ഇത് വേറെയാണ്. അപ്പം അത് ഒന്നല്ലെങ്കിൽ ഫാമിലി കോർട്ട് നിയമത്തിലൂടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതുമാതിരിയുള്ള പല രാജ്യങ്ങളും ചെയ്തിട്ടുള്ള മാതിരി അതിന് ലീഗലായിട്ടുള്ള ശരീഅത്ത് കംപ്ലയൻ്റ് ആയിട്ട്, ശരീഅത്തിന് അനുസൃതമായിട്ട് നിയമപരമാക്കി തീർക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എതിർത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ ബഹുഭാര്യത്വത്തിന് അനുകൂലമല്ല. പിന്നെ അപ്പുറത്ത് BJP ഒരു MP ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ചാനലിൽ പറഞ്ഞൊരു തമാശം കൂടെ പറയാം. ഹേമ മാലിനി ധർമ്മേന്ദ്രയെ കല്യാണം കഴിക്കുന്നു. എങ്ങനെ? ധർമ്മേന്ദ്ര ഓൾറെഡി കല്യാണം കഴിച്ചാണ്, ഹിന്ദു ആണോ, കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ രണ്ടുപേരും മതം മാറുന്നു. അതിനൊരു മുസ്ലിം കാദി ഇത് നടത്തുന്നു, കല്യാണം നടത്തുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും മുസ്ലിമുകളാണെന്ന് പറയുന്നത്. ഇവരിപ്പോൾ എന്നിട്ട് പാർലമെന്റിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും BJP MP-മാരായിട്ടിരിക്കുകയാണ്. ധർമ്മേന്ദ്ര കഴിഞ്ഞ പാർലമെന്റിലും ഹേമമാലിനി ഈ പാർലമെന്റിലും. ഒരാൾ ജാട്ട് സിഖും ഒരാൾ അയ്യങ്കാർ ബ്രാഹ്മണുമാണ്. അതെങ്ങനെ? അപ്പം BJP ഇരട്ടത്താപ്പ് എടുക്കുന്നില്ല അവിടെ.
അവിടെ ബഹുഭാരിത്വം അങ്ങനെ അവർ എം പിമാർ ബഹുഭാരിത്വത്തിൽ വരുന്നില്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത് 5.8% ഹിന്ദുക്കളുടെ ബഹുഭാരിത്വം, 5.4% മുസ്ലിങ്ങൾ കുറവാണ്. അപ്പൊ ഇത് മുസ്ലിമുകളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളിലെ ഹമുക്കുകൾ, ഞാനത് ഹമുക്ക് എന്ന് വാക്ക് ഉപയോഗിക്കാം, അവര് ചാടിക്കേറിയിട്ട് ബഹുഭാരിത്വം വേണം എന്നുള്ള മട്ടിൽ കിടന്ന് ശബ്ദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ വോട്ടറിയല്ല. പക്ഷെ ഞാൻ നിയമപരമായിട്ടുള്ള വശങ്ങൾ മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്വത്തവകാശത്തിന്റെ കാര്യം, സ്വത്തവകാശം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇസ്ലാമിക സ്വത്തവകാശം വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈന്ദവ സ്വത്തവകാശവും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, ഉദാഹരണം ഗർഭസ്ഥ ശിശുവിന് വരെ അനന്തരാവകാശമുണ്ട് ഹൈന്ദവ ഇതില്, അതേസമയം ഇസ്ലാമിലില്ല. അപ്പൊ ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് എല്ലായിടത്തും നമുക്ക് ഏകീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ഏതെങ്കിലും വിഭാഗത്തിലെ സ്ത്രീകൾക്ക്, അത് ഹിന്ദു ആയിട്ടുണ്ടെങ്കിലും വേണ്ടില്ല, മറ്റേതായിട്ടും വേണ്ടില്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരം കാണണം. പിന്നെ ക്രൈസ്തവ സഭ എടുക്കുന്ന നിലപാടൊന്നും നമുക്ക് നോക്കണ്ട. അവരിപ്പോൾ എല്ലാവരും കൂടെ എല്ലാ ആലഞ്ചേരി പൂവഞ്ചേരി എല്ലാം കൂടെ ഓടിപ്പോയിക്കാണ് മോഡിയുടെ അടുത്ത്. അതുമാതിരി കുറെ മുസ്ലിം പുരോഹിതന്മാരും ഇപ്പോൾ ചെരുപ്പ് നക്കികളായിട്ട് അവിടെ മോഡിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവർ പറഞ്ഞതിനെ കൊണ്ടൊന്നും ഇവിടെ ഒന്നും, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോളിനെ വിളിച്ചു കൂട്ടിയതിനെ കൊണ്ടും അതിലൊന്നും കാര്യമൊന്നുമില്ല. ക്രൈസ്തവ സഭ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. മനസ്സിലല്ലേ? എന്താണ് ഇവരുടെ തീരുമാനം? മാത്രമല്ല കത്തോലിക്ക സഭ മാത്രം പറഞ്ഞാൽ പോരോ, ദളിത് ക്രിസ്ത്യന്മാരുടെ കാര്യമുണ്ട്, അതുമാതിരി തന്നെയുള്ള മറ്റുള്ള പിന്നോക്ക ക്രിസ്ത്യൻ സഭകളുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, പല സഭ, എല്ലാവരും കൂടെ ഒരു ഒത്തുതീർപ്പിലെത്തണം. അല്ലാതെ ഒരു പുരോഹിതം പറഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ചാടിക്കേറിയിട്ട് എക്സ്ട്രീം പൊസിഷനുകൾ ആരും എടുക്കാൻ പാടില്ല. ചാടിക്കേറിയിട്ട് എല്ലാവരും വികാരം കൊള്ളേണ്ട ആവശ്യമില്ല. ചർച്ച നടക്കട്ടെ. ജന്മഭൂമിക്കാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സീതാറാം, ചർച്ചകൾ നമ്മൾ എതിർക്കണ്ട, ചർച്ച നടക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീകുമാറൊക്കെ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് കാപ്പ് പഞ്ചായത്ത് പോലെയുള്ളത്, ബാലവിവാഹം അടക്കമുള്ളവ ചെയ്യുന്ന ഹിന്ദു സമൂഹങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ. ഒരുപക്ഷെ അവരൊക്കെ ആകും ഈ ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഒരുപക്ഷെ കടുത്ത രീതിയിലേക്ക് രംഗത്തെത്തുക. ആ ആശങ്കകൾ പരിഹരിക്കാൻ ബി ജെ പിക്കാകുമോ? ആ വൈരുദ്ധ്യത്തെ അതിജീവിക്കാൻ ബി ജെ പിക്കാകുമോ? അതിനുള്ള ആരോഗ്യ ഉള്ളടക്കം ബി ജെ പിക്കുണ്ടോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? ഞാൻ അതിന്റെ കൂടെ വേറെ കാര്യം പറയാം. ബി ജെ പി വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോണ ഈ മാറ്ററിൽ. കാരണം യാദവരുടെ ഇടയിലെ സിസ്റ്റം വേറെയാണ്, ST-കളുടെ ഇടയിലുള്ള സിസ്റ്റം വേറെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവരിപ്പോ ലോ കമ്മീഷനിലോട്ട് റെഫർ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ലോ കമ്മീഷൻ വിവാഹ പ്രായത്തെ പറ്റി എന്താ പറഞ്ഞത്? ലോ കമ്മീഷൻ വിവാഹ പ്രായത്തെ പറ്റി പറഞ്ഞത് പുരുഷന്മാരുടെ വിവാഹ പ്രായം 18 കുറക്കണം എന്നാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സ്ത്രീക്കും പുരുഷനും ഒരേമാതിരി പ്രായം. ശരിക്കും അവർ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് നമുക്ക് കൂട്ടിയാൽ ശരിയാണ്. പക്ഷെ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പൊ അതെന്താണ്? അതിനിവിടെ നാട്ടിൽ ചില നാട്ടു നടപ്പുണ്ട്, നമുക്ക് ചില സിസ്റ്റങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് പുരുഷൻ വയസ്സിന് മൂത്തതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ലോ കമ്മീഷനും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, നമ്മളതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ ശരീഅത്ത് ഇവിടെ നടപ്പാക്കുന്നത് ലീഗലൈസ് ആയിട്ടുള്ള സിസ്റ്റത്തിലായിരിക്കണം. തോന്നിവാസം നടത്താൻ സമ്മതിക്കരുത്. അതാണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ശ്രീ സുഗതൻ, ഈ പ്രതികരണങ്ങളൊക്കെ താങ്കളിലേക്ക് എത്തിയത് കൂടുതൽ സമഗ്രമായി പ്രതികരിക്കാനാണ്, അല്ലാതെ താങ്കളെ ശ്രദ്ധിക്കാതിരുന്നതല്ല. തീർച്ചയായും താങ്കൾ ആദ്യം മുതലേ ഗൗനിക്കുന്നുമുണ്ട്. തീർച്ചയായും ശ്രീ സുഗതൻ, ഒരു സംശയം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു, അതുകൊണ്ട് ഉള്ള ഒരു അനാരോഗ്യമായ പിന്തുണ ഈ വിഷയത്തിൽ നൽകാം, ഇത് അഖണ്ഡതയെ ബാധിക്കുന്നതാണ് എന്നൊക്കെ കോൺഗ്രസ് നെടുങ്കൻ ഡയലോഗുകൾ വിടുമ്പോൾ നെഹ്റു അടക്കമുള്ളവരുടെ ആഗ്രഹമാണ്, ആശംസയാണ്, പ്രതീക്ഷയായിരുന്നു ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്ന നിർദ്ദേശക തത്വം. അതിനെ എന്തിനു കോൺഗ്രസ് എതിർക്കണം ഒരു ചർച്ച വരുമ്പോൾ? അല്ല, ഞാൻ ഭരണഘടന പഠിച്ചിട്ടുള്ള ആളാണ്. അതെ, ഞാൻ ഇത് സംബന്ധിച്ച് ലേഖനം എഴുതിയ ആളാണ്. എനിക്കത് അറിയാം. ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. 1950 ഭരണഘടന വരുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതി വെച്ചതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പല കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ പഞ്ചായത്ത് രാജിൽപ്പെട്ടതാണ്, പഞ്ചായത്ത് രാജ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടതാണ്, നടപ്പായി. അപ്പോൾ ഈ ഒരു കാര്യം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ദ സ്റ്റേറ്റ് എൻഡവർ ടു സെക്യൂർ ഫോർ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ് ആർട്ടിക്കിൾ 44 പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേറ്റ് ശ്രമിക്കണം എന്നാണ്. ശ്രമിക്കണം. BJP ഗവൺമെൻറ് പറഞ്ഞു എന്നുള്ളതുകൊണ്ടായി നിൽക്കണമെന്നില്ല. ശ്രമിക്കണം. നമ്മളൊരു മതേതര രാഷ്ട്രമാണ്, ശ്രമിക്കണം. പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി ഉൾക്കൊള്ളണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഈ സൂറോ മലബാർ സഭ അതിനെ അനുകൂലിച്ചില്ലേ? ചർച്ച വരട്ടെ. നമ്മുടെ ഈ ചർച്ച തന്നെ ദേശീയ തലത്തിലുള്ള ചർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു ചർച്ച വേണം. പരിഷ്കൃത രാജ്യമാണ്. ഈ ഫസൽ ഗഫൂർ പറഞ്ഞൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ മനസ്സിലായില്ല എനിക്ക്. അദ്ദേഹം പറയുന്നത് ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല എന്താ പറയുന്നത്. തീർച്ചയായും രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതായത് ജിന്നയുടെ കാലമല്ലത്.
ജിന്നയുടെ കാലമല്ല, ജിന്നയുടെ അവശിഷ്ടമായിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് എന്നായാലും വന്നേ പറ്റൂ. അതിന് നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും പാവപ്പെടുത്തണ്ടേ? 66 വർഷമായി ഭരണഘടന വന്നിട്ട്. അപ്പോൾ അതിന് ചർച്ച ആവശ്യമാണ്. ആ ചർച്ചയുടെ ഭാഗമായി നടക്കട്ടെ. എല്ലാവരുടെ അഭിപ്രായം ഉണ്ടാകണം. തന്നെയല്ല ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ച് നടപ്പാക്കാവുന്നതല്ല, സുപ്രീം കോടതി നടപ്പാക്കാവുന്നതല്ല, നിയമത്തിലൂടെയാണ് നടപ്പാക്കുന്നത്. നിയമം വരണം, പാർലമെന്റ് ചർച്ച ചെയ്യണം, നിയമം കൊണ്ടുവരണം. അതാ നിയമം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കോടതി ഓർഡർ എന്തെങ്കിലും. അതായത് ശ്രീ സുഗതൻ അതായത് ഫസൽ ഗഫൂർ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ചർച്ച നടക്കണമെന്നതാണ്. പക്ഷേ ഇതിന്റെ കൈകാര്യ കർത്തൃത്വം ആർക്ക് എന്നുള്ളതാണ്. ഒരു ഹിന്ദു കോഡാണ് പൊതുവെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് ഏക സിവിൽ കോഡിന്റെ പേരിൽ എന്ന ആശങ്ക ഒരു വിഭാഗത്തിന് ശക്തമായുണ്ട്. ആ ആശങ്ക പരിഹരിക്കാനുള്ള ചർച്ച ആരോഗ്യപരമായി തന്നെ സമൂഹത്തിൽ നടക്കണം. ഈ ആവശ്യമാണ് ശ്രീ ഫസൽ ഗഫൂർ മുമ്പോട്ട് വെച്ചത്. ബഹുഭാര്യത്വം അടക്കമുള്ളതിനെ സംബന്ധിച്ച് എതിർത്തുകൊണ്ടുമാണ്. അദ്ദേഹം ആശങ്കയ്ക്കും മടകയില്ല, അത് പാർലമെന്റിൽ വരും. പാർലമെന്റ് വരും. ശ്രീ ഫസൽ ഗഫൂർ താങ്കൾക്ക് ചർച്ച വരും, പാർലമെന്റ് ചർച്ച വരും, രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ചയ്ക്ക് വരും. there is no law without exception. പേടിക്കേണ്ട കാര്യമില്ല. there is no law without exception. ഇത്തരം കാര്യങ്ങൾ എക്സെപ്ഷനിൽ വരുത്താം. നിയമം ഉണ്ടാവും, പാർലമെന്റ് ചർച്ച വരും, ദേശീയ തലത്തിൽ ചർച്ച വരും, ചർച്ച ചെയ്യാമല്ലോ. ശ്രീ ഫസൽ ഗഫൂർ താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന്. വീണ്ടും 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 ഫസൽ ഗഫൂറിന്റെ ഓഡിയോ നഷ്ടമായി. തീർച്ചയായും പെട്ടെന്ന് വരാം ഫസൽ ഗഫൂർ. ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്ക്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, a piece of none but justice to all എന്നതൊക്കെയായിരുന്നു BJP ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ BJP രൂപം കൊണ്ട ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ പോയി, അതൊക്കെ മറിച്ച് ഇപ്പോൾ ബീഫും ബാബറി മസ്ജിദിന്റെ വിഷയത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പീനൽ കോഡ് ഒന്നാണെങ്കിൽ സിവിൽ കോഡ് ഒന്നാകണമെന്ന് ജനറലൈസ് ചെയ്ത് പറയാനാകുന്ന ഒന്നാണോ? അത്ര സയന്റിഫിക് ആണോ നമ്മുടെ സോഷ്യോളജി? ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, പീനൽ കോഡും സിവിൽ കോഡും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യം ഇവിടെയില്ല. അങ്ങനെ പീനൽ കോഡും സിവിൽ കോഡും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 44. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നിയമനിർമ്മാണത്തിലൂടെ നടക്കേണ്ട കാര്യമാണ്. യൂണിഫോം സിവിൽ കോഡ് വെറുതെ നടപ്പാക്കാൻ കഴിയുന്നതല്ല. അത് പാർലമെന്റ് നടത്തുന്ന നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കേണ്ടതാണ്. ആ നിയമനിർമ്മാണത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു എക്സർസൈസ് ആണ് ലോ കമ്മീഷന്റെ പഠനം. ലോ കമ്മീഷൻ വിഷയം പഠിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞുകൊണ്ടും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ്. ആ ശുപാർശകൾ വീണ്ടും ദേശീയ ചർച്ചയ്ക്ക് വിഷയമാകും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പാർലമെന്റിൽ നിയമനിർമ്മാണം വരുമ്പോൾ വീണ്ടും ചർച്ച നടക്കുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് ഇതിൽ വ്യക്തത കൈവരുന്നത്. അതിനു പകരം ഇത് ഹിന്ദു കോഡ് അല്ലെങ്കിൽ ഹിന്ദു നിയമം മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് അത് വളരെ അപക്വവും ആപത്കരവുമായ ഒരു നിലപാടാണ്. നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് അങ്ങനെയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു BJP വിഷയമായി കാണുന്നത് പോലും ശരിയല്ല. ഇതൊരു ഭരണഘടനാപരമായ വിഷയമാണ്. അതായത് ഇത്രയേറെ വൈവിധ്യങ്ങളുള്ളത്, ഒരുപക്ഷെ ഈ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്നാണ് പറയുന്നത്. അങ്ങനെ സൗന്ദര്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ലോ കമ്മീഷന് മുമ്പിലേക്ക് വെച്ചു, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തുറന്നിട്ടു വാതിൽ എന്ന് മാത്രം BJPയും മോഡിയും ഭരിക്കുമ്പോൾ കാണാനാകുമോ എന്ന ചോദ്യമാണ്. അതിനോടുള്ള ഒരു പ്രതികരണം ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ആര് ഭരിക്കുമ്പോഴും ചില കാര്യങ്ങൾ നടന്നേ മതിയാവൂ. ഇവിടെ ഞാൻ മുസ്ലിങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ കാര്യം കൊടുക്കുക. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ധാരാളം നിയമപരമായ ഇന്നബിലിറ്റീസ് ഉണ്ട്, ഡിസബിലിറ്റീസ് ഉണ്ട്, അവശതകളുണ്ട്. അവരുടെ ഇൻഹെറിറ്റൻസിനെ സംബന്ധിച്ച്, അവരുടെ സ്വത്തവകാശം, ദത്തെടുക്കുന്നതിനുള്ള അവകാശം, പല കാര്യങ്ങൾ. ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ ബില്ല് പ്രൊബേറ്റ് ചെയ്യണം, മറ്റാർക്കും വേണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് ബില്ല് പ്രൊബേറ്റ് ചെയ്യുക എന്നുള്ളത്. ക്രിസ്ത്യാനികൾക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതിന് ദത്തെടുക്കുന്നുള്ള അവകാശമില്ല. അതിനൊക്കെ എന്ത് ന്യായം പറയാൻ കഴിയുക? ഇന്ത്യയിൽ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ സമത്വമാണ് ഉള്ളതെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിലുള്ള അവശത? മേരി റോയ് കേസിലൂടെ ചില കാര്യങ്ങൾ വന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരാധനയെ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ചുള്ള വിഷയമേ അല്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം, വിവേചനം ഉണ്ടാകാൻ പാടില്ല, അവശത ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഒരു പരിശ്രമം, അതാണല്ലോ ഈ ആർട്ടിക്കിൾ 44. അത് ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ അതിനെ വല്ലാത്ത രീതിയിൽ ഉത്കണ്ഠ കാണിക്കുകയും അതിനൊരു മതപരമായ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതാണ് ശ്രീ ഫസൽ ഗഫൂർ,
താങ്കളിലേക്ക് തന്നെ എത്താം. ശ്രീ ഡി സുഗതൻ നേരത്തെ പങ്കുവച്ച ഇതിലുള്ള മറുപടിയും ഒപ്പം ഇതാണ്, ഇങ്ങനെ ഒരു ആശങ്ക വെക്കുമ്പോൾ ഒരുപക്ഷെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അനാരോഗ്യപരമായ കാര്യങ്ങളാണ് അതിനെ എതിർക്കുന്നവർ പറയുന്നത്. പക്ഷേ അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരെ സംബന്ധിച്ച് ഉയർത്തുന്ന ആശങ്കയുടെ കാര്യത്തിൽ അനാരോഗ്യപരമായി തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ താങ്കൾക്ക്? പക്ഷേ ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് സെബാസ്റ്റ്യൻ പോൾ 3 റോളപ്പ് പ്ലേ ചെയ്യുന്നു. അത് സെബാസ്റ്റ്യൻ പോൾ എന്ന നിയമജ്ഞൻ, സെബാസ്റ്റ്യൻ പോൾ എന്ന ലത്തീൻ കത്തോലിക്കൻ സഭയുടെ മീറ്റിംഗിൽ പോയി എന്ന് പറഞ്ഞ്, മൂന്നാമത് സെബാസ്റ്റ്യൻ പോൾ എന്ന കമ്മ്യൂണിസ്റ്റ്. ഞാൻ ഇപ്പോൾ കുടുങ്ങി, എവിടെയാണ് സെബാസ്റ്റ്യൻ പോൾ നിൽക്കുന്നത് എനിക്കറിഞ്ഞൂടാ. സുഗതന്റെ കാര്യം വളരെ ക്ലിയർ ആണ്. ഇനി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം, എൻ്റെ ബുദ്ധിമുട്ടും ഞാൻ പറഞ്ഞുതരാം. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ശരിയല്ല, ഇത് വിശ്വാസപരമായ കാര്യമല്ല, ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ കാര്യങ്ങൾ ബഹുഭാര്യത്വത്തെ പറ്റിയിട്ടും സ്വത്തവകാശത്തെ പറ്റിയിട്ടും മുത്തലാഖിനെ പറ്റിയിട്ടും ഒക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും? ഞാനിത് ഖുറാൻ എന്ന് പറഞ്ഞല്ല, ഹദീസ് എന്നല്ല പറയുന്നത്, ഖുറാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള രീതിയിലല്ല. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഖുറാനിൽ പറഞ്ഞ രീതിയിലല്ല. അത് ഓൾറെഡി ഫക്രുദ്ദീൻ പറഞ്ഞ 2 ഭാര്യമാരെ ഒരുമാതിരി കൊണ്ടുനടക്കാൻ പറ്റിയാൽ മാത്രം നിങ്ങൾ കെട്ടാൻ പാടുള്ളൂ എന്ന്. അത് നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേമാതിരി തന്നെ തലാഖിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട്, 3 സിറ്റിംഗ്, അല്ലാതെ ഒരുമിച്ച് ഏതെങ്കിലും ഹമുക്ക് സൗദി അറേബ്യന്ന്, ഞാൻ ഹമുക്കെന്ന് വീണ്ടും പറയാണ്, SMS വഴി ഇങ്ങോട്ട് ഭാര്യയെ തലാഖ് ഇല്ലാൽ അത് ഇന്ത്യയിൽ മാത്രമേ തലാഖായിട്ട് സമ്മതിക്കുള്ളൂ. ഒരു മുസ്ലിം രാഷ്ട്രത്തിലും അത് സമ്മതിക്കൂല. അവിടെ ശരീഅത്ത് കോടതികളുണ്ട്. ആ ശരീഅത്ത് കോടതിയെ ഗവൺമെന്റാണ് നിയമിക്കുന്നത്. അവിടെ നടപടിക്രമങ്ങളുണ്ട്. ഒരു തവണ നമ്മൾ കോടതിയിൽ പോവാ, പിന്നെ 1 മാസം ടൈം, അല്ലെങ്കിൽ അയൽക്കാട്ടും 1 മാസം ടൈം, പിന്നെ 2ാമത് കോടതിയിൽ പോവാ. അങ്ങനെ 3 തവണ കോടതിയിൽ പോയതിന് ശേഷം മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിക്ക് കൊടുക്കുന്ന വലിയ തുകയുണ്ട്. ഇവിടെ നമ്മളൊക്കെ സ്ത്രീധനം വാങ്ങിയിട്ട് ഇങ്ങനെ വിഴുങ്ങാണ്. അവിടെ അങ്ങനെയല്ല, പെൺകുട്ടിക്ക് വലിയ സംഖ്യ കൊടുത്തുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. അറബികൾ അങ്ങനെയല്ലേ കിട്ടുന്നത്. അത് പറ്റാത്തതിനെ കൊണ്ടാണ് അവരിവിടെ വന്ന് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു സിസ്റ്റത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട്, മനസ്സിലായില്ലേ, താങ്കൾക്ക് തോന്നിയ രീതിയിലാക്കുന്ന ഒരു വിഭാഗം പൗരത്വം ഉണ്ട് ഇവിടെ. അവരെ തടുക്കേണ്ടതും ഈ യൂണിഫോം സിവിൽ കോഡും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോളിന്റെ റോമൻ കാത്തലിക് സഭ എന്ന്, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക് സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ശക്തിയാണ്. അവിടെ ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, കർദിനാല്, പോപ്പ് വരെ പോകുന്നു. മുസ്ലിം സമുദായത്തിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ തോന്നിയ രീതിയിലാണ് മഹൽ കമ്മിറ്റികളൊക്കെ തോന്നിയ രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, തോന്നിയ രീതിയിൽ വിവാഹമോചനം നടത്തി കൊടുക്കുന്നു. അതിനാണ് നടപടി വേണ്ടത്. അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി എതിർത്ത, അതേമാതിരി തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ എതിർത്തിട്ടുള്ള, അല്ലെങ്കിൽ അതേമാതിരി തന്നെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ഗോൾവാൾക്കറും എതിർത്തിട്ടുള്ള, ശ്യാമാപ്രസാദ് മുഖർജി എതിർത്തിട്ടുള്ള, ഒരു കാലത്ത് 46-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത്, പക്ഷെ പിന്നീട് 80-കളിൽ EMS വീണ്ടും കുത്തിപ്പൊക്കിയ, ഇപ്പൊ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ പഴയ പൊസിഷനിലോട്ട് വന്നിട്ടുള്ള കാര്യമല്ല ഇവിടെ നടക്കേണ്ടത്. നിങ്ങൾ യു കനോട്ട് കമ്പയർ ഓറഞ്ചസ് വിത്ത് ആപ്പിൾസ്. മുസ്ലിം കമ്മ്യൂണിറ്റി വേറെയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വേറെയാണ്. അവർ പറഞ്ഞ ഞങ്ങൾ കേൾക്കണമെന്നില്ല. അപ്പൊ ഇതിന്റെ സംഭവം, ആ സംഭവത്തിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് ഫസൽ ഗഫൂറിനെ പ്രതിക്കൂട്ടിൽ നിർത്തണ്ട. ഫസൽ ഗഫൂറിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യങ്ങളെ പറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ചർച്ച നടന്നോട്ടെ, പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി, ഹലോ, പറഞ്ഞോളൂ ശ്രീ ഇലക്ഷൻ സമയത്ത് ഇത് ഉന്നയിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു ഇടവേള അനിവാര്യമായ ഘട്ടത്തിലാണെങ്കിൽ പോലും ദയവായി താങ്കളിലേക്ക് എത്തിയേ പറ്റൂ. അതായത് ദാഗട ചട്ടിയും ചോറും എന്ന് പറയാറുള്ള ഒരു നാടൻ ഭാഷയുണ്ട്. ഇവിടെ പോയി ഭൗതികത എന്ത്, ആത്മീയത എന്ത് എന്ന് പറയാനാകില്ല. വിവാഹത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മുസ്ലിം ജനവിഭാഗത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നു. ബൈബിളിൽ അതിന് സമാനമായത് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പാപ്പലസി പോലെ ഒരു ഖിലാഫത്ത് 1921 ശേഷം മുസ്ലിം സമൂഹത്തിനില്ല. അതുകൊണ്ട് ചില തോന്നിവാസങ്ങൾ നടക്കുന്നു, അതിനെതിരാകണം. പക്ഷേ വിശ്വാസങ്ങൾ എന്ന രീതിയിൽ സംസ്ഥാപിക്കപ്പെട്ട ചില കാര്യങ്ങൾ, അത് ഭൗതികമെന്നും ആത്മീയമെന്നും തിരിക്കാൻ വയ്യ. വല്ലാത്ത വൈരുദ്ധ്യം തന്നെ, പിറക്കിയെടുക്കാൻ പറ്റുന്നില്ല. അത് ഹിന്ദു മതത്തിലെ ഒരു വിശ്വാസ പ്രമാണമായിരുന്നല്ലോ സതി എങ്ങനെ നിർത്തലാക്കിയെന്ന് ചരിത്രം നമുക്കറിയാവുന്നതാണല്ലോ. അതുപോലെ ഓരോ മതങ്ങളിലുമുള്ള പല ആചാരങ്ങളും അനാചാരങ്ങളാണെന്ന് തോന്നുമ്പോൾ അത് ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യോജിക്കുന്നു. ഒരൊറ്റ മുസ്ലിം സഹോദരന് പോലും ഒന്നിൽ കൂടുതൽ ഭാര്യ ഉള്ളതായി എനിക്കറിയില്ല. മറ്റു പലയിടത്തും ഉള്ളതായിട്ടും എനിക്കറിയാം. അപ്പോൾ ഇത് പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ അനാചാരങ്ങളൊക്കെ മാറ്റി ആ ഒരു സമൂഹത്തെ ആധുനികവൽക്കരിക്കുക എന്ന ചുമതല അത് മതത്തിൻ്റേത് മാത്രമല്ല, അത് സ്റ്റേറ്റിൻ്റെ കൂടിയാണ്. സ്റ്റേറ്റ് അത് ചെയ്യുന്നത് അഭിപ്രായ ഐക്യത്തിൻ്റെയും സമവായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായാണ്.
ആ പ്രവർത്തനമാണ് ഭരണഘടന നിർവഹിക്കുന്നത്. ആ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ മതത്തിൻ്റെ അല്ലെങ്കിൽ പഴയ വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെയൊക്കെ പേരിൽ അവയെ എതിർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് നിയമത്തിൽ പല വിവേചനങ്ങളും അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ. അതിന് മാറ്റം വരണ്ടേ? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ചർച്ച ചെയ്യേ പാടില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന വേറെ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടാണ് ഒരു പൊതുവായ ചർച്ച നടക്കട്ടെ, ആ ചർച്ച ആരോഗ്യകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത്. ഇത് ഇന്നോ നാളെയോ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല. ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആരും ഒന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ തന്നെ ഐക്യരൂപ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തിയാലും അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസറുടെ മുന്നിൽ എത്തുന്നുണ്ട്, അവരവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിവിൽ ലോ എന്നത് എല്ലാവർക്കും ബാധകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം നൽകിക്കൊണ്ട് അനുച്ഛേദം 44-ന്റെ അടിസ്ഥാനത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് അത് വരട്ടെ, അത് വരുത്താൻ വ്യക്തമാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം വേഗം വരാം, ചർച്ചയുടെ ചൂട് പോകാതെ. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഡി സുഗതനിലേക്ക് തന്നെ. ശ്രീ ഡി സുഗതൻ, സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ തുടക്കത്തെ കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ രണ്ടഭിപ്രായമൊന്നുമില്ല. ഞാൻ സംസാരിച്ചത് ഭരണഘടനാ പ്രശ്നം എന്ന നിലയിലാണ്. ആ ഭരണഘടനാ പ്രൊവിഷൻ എനിക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ശ്രീ സുഗതൻ, അതാണ് ആശങ്ക. അതായത് ഒരു ഭരണഘടനാ വിദഗ്ധൻ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നിയമപരിജ്ഞാനമുള്ള ആളെന്നുള്ള നിലയിലല്ല, ഉത്തരേന്ത്യയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, രമേശ് ചെന്നിത്തല രാജ്യത്തിന്റെ മതേതരത്വത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. AK ആന്റണി പറഞ്ഞിരിക്കുന്നത് UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നവരുടെ ഉദ്ദേശശുദ്ധിയെ കോൺഗ്രസ് സംശയിക്കുന്നു. അങ്ങനെ അല്ല സുഗതൻ സാറിന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അതിൽ രണ്ടഭിപ്രായമുണ്ടോ കോൺഗ്രസിൽ എന്നൊരു സംശയം. ഒരിക്കലുമില്ല. ഇത് ഈ ഭരണഘടന തന്നെ എഴുതിയുണ്ടാക്കിയതാരാ? ഭരണഘടന എഴുതിയുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അവർ വളരെ മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പായി പറയുമ്പോൾ രാഷ്ട്രീയമായൊരു സംശയമുണ്ട്. അതാണ് AK ആന്റണി പോലുള്ള നേതാക്കന്മാർ പറയുന്നത്. ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ കോൺഗ്രസ് അല്ലേ? ഇത് മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ്. ഇത് ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഒരു ഭരണ പ്രശ്നമാണ്. ഇപ്പോൾ അനാചാരങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞില്ലേ, സതി തുടങ്ങിയ അല്ലെങ്കിൽ ശൈശവ വിവാഹം തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങൾ ഹിന്ദുക്കളുടെ ഉണ്ടായിരുന്നു. അതൊക്കെ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തന ഫലമായി അതൊക്കെ ഇല്ലാതായി. അപ്പോൾ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾക്ക് ഈ പുത്തൻ തലമുറയെ ഏറെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് അനുകൂലമായ നിലപാടെടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഒരു മതേതര രാജ്യമല്ലേ, പരിഷ്കൃത രാജ്യമല്ലേ? തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇത് വരണം. പക്ഷെ അത് ഭരണഘടനയിൽ പറയുന്ന പോലെ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കണം. അവരുടെ അഭിപ്രായം കണക്കിലെടുത്തേ ചെയ്യാൻ പറ്റൂ. ശ്രീ ഫസൽ ഗഫൂർ പറയുന്നത് മതപണ്ഡിതന്മാരുടെ അഭിപ്രായം കണക്കിലെടുത്തില്ലേലും ഒന്നുമില്ലെന്നാണ്. ശ്രീ ഫസൽ ഗഫൂർ, വീണ്ടും താങ്കൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണോ? അതായത് ഇത്തരം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആശങ്ക മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരുടെ പക്ഷത്ത് നിന്ന് അനാരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതെവിടെയും ഒരു ധാരണയില്ലാതാണ്. എല്ലാ ചർച്ചകളും ഞാൻ കേട്ടു, എവിടെയും ഒരു ധാരണയില്ലാതെയാണ് ഓടുന്നത്. ഓരോ വണ്ടി ഓരോ ട്രാക്കിലൂടെയാണ് പോകുന്നത് സിവിൽ കോഡുമായി ബന്ധപ്പെട്ട്. അതെന്താണ് കാര്യം? കറക്റ്റ് അല്ല അജിംഷദ്, ഞാൻ വണ്ടി വേറെ ട്രാക്കിൽ തിരിച്ചുവിടാം. മത്തായി ചാക്കോടെ മാമോദീസ മുഖ്യ വിഷയം ഓർമ്മയുണ്ടല്ലോ? അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? 2, ഒരു വിവാഹ സമയത്ത് സഭയുടെ കുറിപ്പില്ലാതെ കല്യാണം നടത്താൻ പറ്റില്ല, അത് പറ്റുമോ? അത് മാറ്റുമോ നിങ്ങൾ? ഇനി ഒരു കാര്യം, AK ആന്റണിയുടെ പിതാവ് തെമ്മാടിക്കുഴിയിൽ കിടക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കറിയില്ല, അത് സുഗതം പറഞ്ഞുതരും. ആ തെമ്മാടിക്കുഴി സിസ്റ്റം എടുത്ത് കളയണം എന്നുള്ളത് അംഗീകരിക്കുമോ കത്തോലിക്ക സഭ? അപ്പൊ അവർക്ക് പറ്റിയത് മാത്രം അംഗീകരിക്കാം, അല്ലാത്തവർ മറ്റൊരു മേലുള്ള വെക്കിട്ട് കയറാൻ ചെയ്യുന്ന പരിപാടി ഇവിടെ വേണ്ട. അത് എൻ്റെ അടുത്ത് ചിലവില്ല. നെക്സ്റ്റ് ഒരു ചോദ്യം, ഒരു ഹിന്ദു ക്രിസ്ത്യാനി ആവുന്നു, പക്ഷെ അവൻ ദളിതനായിട്ട് തുടരുന്നു, എന്നിട്ട് അവർ റിസർവേഷൻ ആവശ്യപ്പെടുന്നു, ദളിത് ക്രിസ്ത്യൻ, അതെന്ത് സാധനമാണ്? അപ്പൊ നിങ്ങൾ വിചാരിച്ച മാതിരി ഇത് മുസ്ലിമുകളുടെ കല്യാണത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഒരുപാട് ആചാരങ്ങളുടെ കാര്യം. പിന്നെ നേരത്തെ സതിയെ പറ്റി പറഞ്ഞു. ഇന്ത്യയിലെ 1% മാത്രമുള്ള രജപുത്തുകളുടെ ഇടയിൽ മാത്രമുള്ള ഒരു സംഭവമാണ് ഈ സതിയും ജോഹാറും. അത് മൊത്തം ഹിന്ദുയിസത്തിന്റെ ഭാഗമല്ല. മൊത്തം ഹിന്ദുയിസത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. അതാണ് ഇതിലെ പ്രശ്നം. ഡി സുഗതൻ, ഞാനൊരു ചെറിയ അഭിപ്രായം പറയാം. ഹിന്ദു മതം എന്നൊരു സംസ്കാരമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾക്ക് ചില ഗിവൺ ബുക്ക് ഉണ്ട്, അതായത് അതിന്റെ പേരാണ് കിതാബ് അല്ലെങ്കിൽ അൽ ഖുർആൻ.
അപ്പൊ അത് വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. അതിൽ ഈ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ എങ്ങനെ ലീഗലൈസ് ചെയ്ത് കൊണ്ടുവരാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. ഞാൻ മരിച്ചാൽ വേറെ പെണ്ണ് കിട്ടൂല, ഒന്നിനെ കെട്ടിയിട്ടാണ് ഞാൻ കുടുങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ ഞാൻ പറയാം, രാഷ്ട്രീയ രംഗത്ത് സുഗതൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മുടെ മുലായം സിംഗിന് 2 ഭാര്യ, കരുണാനിധിക്ക് 2 ഭാര്യ, രാംവിലാസ് പാസ്വാന് 2 ഭാര്യ. നമ്മുടെ കൂട്ടത്തിൽ സമദാനിക്ക് മാത്രമല്ലേ 2 ഭാര്യ ഉള്ളൂ, വേറെ ആയിരിക്കാ 2 ഭാര്യ ഉള്ളത്? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നതിന്റെ അർത്ഥം പല മതങ്ങൾക്കും പല വശം, എല്ലാവരും കയറിയിട്ട് ഈ മതത്തിനോട് മാത്രം അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അതൊരു കവചം എടുത്തിടേണ്ടി വരും. ചിലപ്പോൾ കവചവും കുണ്ടലോയിട്ട് നടക്കുന്ന കർണന്റെ മാതിരി എന്തല്ലേ, അതെടുത്ത് കളഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോവും. പക്ഷെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എന്റെ മതത്തെയും എന്റെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല. അല്ല ശ്രീ ഫസൽ ഗഫൂർ, താങ്കളുടെ മതത്തെ അല്ല, താങ്കളുടെ മതം സ്വമേധയാ അത് ഏറ്റെടുക്കുകയാണ്, ഹെഡ് ചെയ്യുകയാണ്. ഇതിന്റെ എല്ലാം ഭീഷണി തങ്ങൾക്കാണെന്ന്, ആ അനാരോഗ്യത താങ്കളുടെ സമുദായത്തിനുണ്ട്, അതും ചർച്ച ചെയ്യണ്ടേ? വേണം. അതുകൊണ്ടല്ലേ ഈ ചർച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അനുകൂലിച്ചല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഈ മുത്തലാഖ് വിഷയത്തിലും ബഹുഭാര്യത്വ വിഷയത്തിലും പ്രശ്നങ്ങളുണ്ട്. അതിന് ലീഗലായിട്ടുള്ള പരിഹാരം ഇന്ത്യയിൽ കണ്ടിട്ടില്ല. മുഹമ്മദ് ലോ 1938 ശരിയല്ല, അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയേണ്ട അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം അതിന് പരിഹാരം യൂണിഫോം സിവിൽ കോഡല്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ വ്യാപ്തിയിൽ കാര്യങ്ങൾ പോകാൻ പോകുന്നുണ്ട്. ഒരുപാട് ഗോത്രങ്ങൾ, ഒരുപാട് ജാതികൾ. ഞാൻ പറഞ്ഞുതരാം, പൂർണ്ണ സംഗമ. ഹലോ, പറഞ്ഞോളൂ. ഗാരോ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സംഗമേട അവിടെ മരുമക്കത്തായമാണ്. അവിടെ നിങ്ങൾ മക്കത്തായം കൊണ്ടുവരോ? അതാണ് ശ്രീ ഫസൽ ഗഫൂർ, താങ്കളിലേക്ക് എത്താം. ശ്രീ ഫക്രുദ്ദീൻ, അങ്ങനെയാണ് കിതാബൈറ്റ്സിന്റെ അല്ലെങ്കിൽ സെമറ്റിക് മതക്കാരുടെ വിശ്വാസം അല്ലെങ്കിൽ നോൺ സെമറ്റിക് മതക്കാരുടെ വിശ്വാസം ഒക്കെയും യോജിക്കില്ല. വിശ്വാസം എവിടെ, പ്രവൃത്തി എവിടെ, ഇതൊക്കെ കൂട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഇതിനെയൊന്നും വേർതിരിക്കാനാകില്ല. ഒരു പ്രായോഗികതയും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കാനാകില്ല എന്നതാണ് ചർച്ചയിൽ ശ്രീ ഫസൽ ഗഫൂർ മുമ്പോട്ട് വെക്കുന്ന കാര്യം. ആശങ്ക ഒപ്പമുണ്ട് താനും. എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്നെക്കാട്ടൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളും ഭാരതത്തിന്റെ സമന്വയ സംസ്കാരമൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ ഒരു വാപ്പയുടെ മോനാണ്, അങ്ങനെ ഒരാളുമാണ്. പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് MES എന്നുള്ള സംഘടനയുടെ നേതാവാണ്. അതിന്റെ പരിമിതികൾ പലപ്പോഴും അദ്ദേഹം മറികടക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മറ്റു പലരെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിനൊക്കെ നേതാക്കന്മാരൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഭേദപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. ഇപ്പം ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച കാനൻ ലോ അവരെ സംബന്ധിച്ച് മുസ്ലിംസിന്റെ ശരിയായ നിയമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പല കാലങ്ങളിൽ ഈ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട്. പിന്നെ 2, ഈ മാമോദീസ മുക്കുന്ന പോലെയാണ് മുസ്ലിംസ് മാർക്ക കല്യാണം നടത്തുന്നത്, എന്ന് വെച്ചാൽ അഗ്രചർമ്മം ഛേദിക്കുന്നത്. ആ അഗ്രചർമ്മം ഛേദിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വളരെ കൃത്യമായും മതത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നതാണ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഇസ്ലാമായി ജീവിക്കണമെങ്കിലും ഇപ്പം ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിമുടി ഖുർആൻ ദൈവത്തിന്റെ വചനമാണ്, അത് നേരിട്ട് വന്നതാണ്, അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഖുർആന്റെ അടിമുടി 100% പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഫസൽ ഗഫൂർ സാറെന്നോ ഞാനെന്നോ അബ്ദുള്ള എന്നോ എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ കാര്യം നോക്കി ജീവിക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനനുസരിച്ച് ഇതിന്റെ അന്തസത്ത ചോരാത്ത രീതിയിൽ നമ്മൾ ഒരു മുഖ്യധാരയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ മുഖ്യധാരയുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എല്ലാ സമുദായങ്ങളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു മതിപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ കേരളത്തിലെ മുസ്ലിംസ്, മലബാറിലെ മുസ്ലിംസിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഫസൽ ഗഫൂർ സാറിനൊക്കെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നത്? ഉത്തരേന്ത്യയിലുള്ള മുസ്ലിംസിനെ പോലെ ഒരു അതർ സ്റ്റേറ്റ് എന്ന രീതിയിൽ അവർ നിൽക്കുന്നില്ല. വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാവരും മുണ്ടെടുക്കുന്നു, എല്ലാവരും മലയാളം. ഉത്തരേന്ത്യയിൽ അതല്ല, ഇവന്മാർ ഉദയ പറയുള്ളൂ, ഇവന്മാർ മറ്റേ അമ്മമാരെ ഡ്രസ്സേ ധരിക്കുള്ളൂ, ഇവന്മാർ പ്രത്യേക രീതിയിൽ പ്രത്യേക സ്ഥലത്തേ താമസിക്കുള്ളൂ. ഫസൽ ഗഫൂർ സാറിന്റെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ. അപ്പം ആ രീതിയിലുള്ള കേരള മുസ്ലിംസിന്റെ രീതിയിലുള്ള സമന്വയ സംസ്കാരമാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇവിടെ എന്താ ഒരു വലിയൊരു പ്രശ്നം, അങ്ങനെ അതുകൊണ്ടാണ് മനുവക്കത്തെ നമ്മൾ അംഗീകരിച്ചത്. ഇവിടെ ഒരു വലിയ പ്രശ്നം ജിന്ന എന്ന് പറഞ്ഞ ഭ്രാന്തന്റെ ഒക്കെ ആളുകളായിട്ടുള്ള കുറെ ആളുകൾ വന്നു, അവർ മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനം കൊണ്ടുവന്നു. പിന്നെ വഹാബിസ്റ്റുകൾ ആദ്യം പുരോഗമന ചിന്താഗതിക്കാരായി വന്നു, പിന്നെ അവർ സൗദിവൽക്കരണത്തിൽ ശ്രമിക്കുന്നു. അങ്ങനെ മാപ്പിള മുസ്ലിംസിനെ, ഇന്ത്യയിലെ തനത് മുസ്ലിംസിനെ അവരുടെ വേരുകളിൽ നിന്ന് ഭേദപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു, സൗദിവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതോടുകൂടി സമന്വയ സംസ്കാരത്തിന്റെ സിറിയൻ കത്തോലിക് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന, കേരളത്തിലെ മാപ്പിള മുസ്ലിംസ് റെപ്രസെന്റ് ചെയ്യുന്ന സമന്വയ സംസ്കാരത്തിന്റെ വേരുകൾ ഇല്ലാതാക്കുന്നു. ഇത് സാമുവൽ ഹണ്ടിങ്ടൺ ഒക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സിവിലൈസേഷൻ തമ്മിലുള്ള ഫൈറ്റിലേക്ക് ആത്യന്തികമായി
നീങ്ങുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രതീതി നമുക്ക് ഇല്ലാതാക്കണം, ഈ ഒരു ഭീഷണി ഇല്ലാതാക്കണം. അതിന് ഏക സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഒരൊറ്റ കാര്യം, അത് കൃത്യമായുള്ള കൺസെൻസസിന്റെ പുറത്തെ വരുത്താൻ പാടുള്ളൂ. അത് ഫസൽ ഗഫൂറിനെ പോലെയുള്ള സാമുദായിക നേതാക്കന്മാർ, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള അബ്ദുള്ളനെ പോലെയുള്ള സാമുദായിക നേതാക്കൾ, എന്നെ പോലെയുള്ള പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന യുവാക്കൾ, 35 കഴിഞ്ഞ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ എല്ലാ സ്ത്രീകൾ. ഇപ്പൊ മുസ്ലിംസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫസൽ ഗഫൂറിന്റെ ഉമ്മ ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവരുടെ ഒന്നും ആദ്യമുള്ള സ്ത്രീകളൊന്നും ഞാൻ സമുദായത്തിനോ പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ അഞ്ചേരം നിസ്കരിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ BJP മുമ്പോട്ട് വെച്ച ആ ആശങ്ക അല്ലെങ്കിൽ നിസ്സംഗത ഒക്കെ വേണമെങ്കിൽ ഒരു ചർച്ചയുടെ ആവേശത്തിന് ഉൾക്കൊള്ളാം. പക്ഷെ അങ്ങനെ ഉൾക്കൊണ്ടാൽ പോലും ബാക്കി നിൽക്കുന്ന ഒരുപാട് ആശങ്കയുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏകീകൃതമല്ലാത്തത് സിവിൽ കോഡ് മാത്രമേ ഉള്ളൂ എന്ന് ചർച്ച കേട്ടപ്പോൾ. അല്ല, ലോകത്തിൽ പല രാജ്യങ്ങളും സിവിൽ കോഡ് നിയമങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് എന്നതൊരു പുതുമയോ അത്ഭുതകരമായൊരു കാര്യമോ അല്ല. ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ തന്നെ മറ്റ് കോടതി വിധികളിലൂടെയൊക്കെ ആ ഏകീകരണത്തിലേക്ക് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഏകീകരണം സാധ്യമാകുന്നുണ്ട്. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇടപെടുന്നതിൽ ക്ഷമിക്കുക. സമയപരിമിതി വല്ലാതെ ഉണ്ട്. ഒരിക്കലും തീരാത്ത വിഷയമാണിത്. ചർച്ച ചെയ്താലും അതങ്ങനെ 1 മണിക്കൂറിൽ ഒതുക്കാനാകും. പക്ഷേ ഈ വൈരുദ്ധ്യങ്ങളും ഈ ചർച്ചകളുമൊക്കെ കേരളീയ ജനാധിപത്യത്തിന് കൂടി പങ്കാളിത്തം ഉണ്ടാകട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.